നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനവുമായി ബഹ്റൈൻ. കടുത്ത തീരുമാനം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശക വിസക്കാർ, ടൂറിസ്റ്റുകാർ എന്നിവർക്ക് ബഹ്റൈൻ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബഹ്റൈനിൽ താമസ വിസയുള്ളവർക്ക് പ്രവേശനം ഇനി ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് ബഹ്റൈനിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒട്ടനവധി പ്രവാസി മലയാളികൾ കേരളത്തിൽ നിന്ന് ബഹ്റൈനിൽ എത്തുന്നുണ്ട്. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ബഹ്റൈനിൽ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമാണ് ഇവർ മറ്റ് ഗൾഫ് നാടുകളിലേക്ക് കടക്കുന്നത്. ആ രീതിയിലുള്ള യാത്ര ഇനി ജൂൺ 3 വരെ സാധ്യമാകില്ല എന്നത് വളരെ അധികം ശ്രദ്ധയാകർഷിക്കുന്ന തീരുമാനമാണ്. എന്നാൽ ഇപ്പോൾ ബഹ്റൈനിൽ ക്വാറന്റൈനിലുള്ള പ്രവാസി മലയാളികൾക്ക് UAEയിലേക്ക് കടക്കാൻ തടസ്സമുണ്ടാകില്ല. സൗദി, UAE, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് എപ്പോൾ അവസാനിക്കുമെന്നതും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മറ്റൊരു തീരുമാനം കൂടി അതിവേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ. ബഹ്റൈനിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ബഹ്റൈൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനമായിട്ടുണ്ട്. മെയ് 21 മുതൽ ജൂൺ 3 വരെ രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ, പള്ളികൾ, ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ, റെസ്റ്റോറൻറ്റുകൾ, മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ പ്രവേശനം 2 വാക്സിനും പൂർത്തീകരിച്ച് 14 ദിവസങ്ങൾ പിന്നിട്ടവർക്ക് മാത്രമായി, കോവിഡ് രോഗമുക്തി നേടിയവർക്കും മാത്രമായി തുറന്നു നൽകും. 18 വയസ്സിൽ താഴെയുള്ളവർക്കായി ഇവിടങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്നും ടാസ്ക് ഫോഴ്സ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. എന്നാൽ സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്കുകൾ, ഫാർമസികൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ബാധകമല്ല. അവശ്യ കാര്യങ്ങളുള്ള ഒത്തുചേരലുകൾ 6 പേരിൽ കൂടുതൽ അനുവദനീയമല്ല. മെയ് 23 മുതൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹ്റൈൻ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർക്കായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത്. ഇവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് പരിശോധനയുടെ സർട്ടിഫിക്കറ്റും ഇവർ ഹാജരാക്കിയിരിക്കണം. സന്ദർശക വിസയിൽ പ്രവേശനം അനുവദനീയമല്ല. പുതിയ നിയന്ത്രണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറിയും കൊറോണ വൈറസിനെ നേരിടുന്നതിനുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അംഗവുമായിട്ടുള്ള ഡോക്ടർ വലീദ് ഖലീഫ് അൽ മനിയ അഭ്യർത്ഥിച്ചു.